ണെങ്കിൽ വിവാഹ നിശ്ചയത്തിന് തിരശീല വീഴ്ത്തുന്ന നന്ദുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവന്തികയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് നന്ദു തല്ലിത്തകർക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അനന്തപുരിയുടെ നാശം മനസ്സിൽ കണ്ട നമ്മുടെ അവന്തികയെ നവ്യ സൈഡാക്കുമ്പോൾ ബാക്കി പത്രം പൂരിപ്പിക്കുന്നത് നന്ദുവാണെന്ന് കാണാം. എല്ലാവർക്കും മുൻപിൽ വെച്ച് തന്നെ അനിയുടെ വിവാഹ നിശ്ചയ ചടങ്ങ് നന്ദു നശിപ്പിച്ച് കളയുന്നൊരു കാഴ്ച. ഇതിൽ ജാനകി പറയുന്നുണ്ട് ഇവൾക്ക് അസൂയാണ്, ഇവൾക്ക് നന്ദുവിനെ കിട്ടാത്തതിൻ്റെ കുശുമ്പാണ് എന്നൊക്കെ ജാനകി കഥ പറയാനായിട്ട് തുടങ്ങുമ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് ദേഷ്യവുമില്ല, നിങ്ങളോട് വിദ്വേഷവുമില്ല, ഒന്നുമില്ല. എനിക്ക് പരാതി കിട്ടിയത് കൊണ്ട് തന്നെ എനിക്കതിൻ്റെ പേരിൽ ആക്ഷൻ എടുത്തേ മതിയാവുകയുള്ളൂ. ഇത്തരം ഒരു സന്ദർഭം ഇവിടെ നടക്കാനായിട്ട് പാടില്ല എന്ന് എനിക്ക് മുകളിൽ നിന്നുള്ള ഉത്തരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മുടക്കാൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ നിന്നും യാതൊരു തരത്തിലുള്ള നേട്ടവുമില്ല എന്ന് നന്ദു തുറന്നു പറയുമ്പോൾ ജാനകിയുടെ മുഖം